1947-നും 56-നും ഇടയിൽ ചാവുകടലിനടുത്തുള്ള കുമ്രാനിനടുത്തുള്ള ഗുഹകളിൽ നിന്ന് കണ്ടെത്തിയ ചുരുളുകളാണ് ചാവുകടൽ ചുരുളുകൾ. ഏകദേശം BC 250 മുതൽ AD 70 വരെയുള്ള കാലഘട്ടത്തിൽ എഴുതപ്പെട്ട 900-ലധികം കൈയെഴുത്ത് പ്രതികളും ശകലങ്ങളും അടങ്ങിയിരിക്കുന്നു. ഹീബ്രു ആണ് പ്രധാന ഭാഷ, എന്നാൽ ചിലത് അരാമിക്, ഗ്രീക്ക് ഭാഷകളിലുമുണ്ട്. എസ്തേർ ഒഴികെയുള്ള എല്ലാ പഴയ നിയമ പുസ്തകങ്ങളുടെയും ഭാഗങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ചാവുകടൽ ചുരുളുകൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയതല്ല, അത് യാദൃശ്ചികമായി കണ്ടെത്തിയതാണ്. ചരിത്രം ഇങ്ങനെയാണ്. അമീരെ ഗോത്രത്തിൽ നിന്നുള്ള ഒരു ബെദൂവിൻ ഇടയബാലൻ ചാവുകടലിനടുത്തുള്ള കുമ്രാനിനടുത്ത് ആടുകൾ മേയ്ക്കുമ്പോൾ ഒരു പാറക്കെട്ടുകളിലെ ഒരു ഗുഹയിലേക്ക് അലഞ്ഞു തിരിഞ്ഞു. ആ കുട്ടി ഗുഹയിലേക്ക് ഒരു കല്ല് വലിച്ചെറിഞ്ഞപ്പോൾ മൺപാത്രങ്ങൾ പൊട്ടുന്ന ശബ്ദം അവൻ കേട്ടു. കൗതുകത്തോടെ അവൻ ഗുഹയിലേക്ക് കയറി. ഗുഹയ്ക്കുള്ളിൽ ഉയരമുള്ള കളിമൺ പാത്രങ്ങൾ അവൻ കണ്ടു. ചിലതിൽ ലിനൻ കൊണ്ട് പൊതിഞ്ഞ തുകൽ ചുരുളുകളും ഉണ്ടായിരുന്നു. മറ്റുള്ളവ ശൂന്യമായിരുന്നു. എന്നാൽ അവന് അവയുടെ പ്രാധാന്യം മനസ്സിലായില്ല. അതിനാൽ അവൻ ഖലീൽ ഇസ്കന്ദർ ഷാഹീൻ എന്നൊരു വ്യാപാരിക്ക് അത് വിറ്റു. എന്തുകൊണ്ടാണ് ചാവുകടൽ ചുരുൾ ഇത്രയധികം പ്രാധാന്യമർഹിക്കുന്നത്? അതിന് കാരണങ്ങൾ ഇവയാണ്. തിരുവെഴുത്തുകളുടെ വിശ്വസ്തമായ കൈമാറ്റം സ്ഥിരീകരിക്കുന്നതിന് ഇത് ഉതകുന്നു. പഴയ നിയമത്തിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്തുന്നു. പുരാവസ്തു ശാസ്ത്രത്തിനും വിശ്വാസത്തിനും ഇടയിലുള്ള വിടവ് നികത്തുന്നു. ഇന്ന് നാം വായിക്കുന്ന ബൈബിൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് നിലവിലുണ്ടായിരുന്ന അതേ ബൈബിൾ തന്നെയാണെന്ന് ചാവുകടൽ ചുരുളുകൾ സ്ഥിരീകരിക്കുന്നു.